അംസാക്ക, ഈ കാണുന്ന 10 രൂപ, ഇതുപോലുള്ള ഒരു 10 രൂപ നിങ്ങളുടെ ഉമ്മാൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതാണ്. ഇന്ന് കാണുന്ന ഹംസ അഞ്ചുമുക്കിൽ എന്ന് പറയുന്ന ഇത്രയും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഹംസാക്കാൻ്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നു. വെറും 6ാം ക്ലാസ്സുകാരനായ ഹംസാക്ക ഇന്ന് അമേരിക്കയിൽ നിന്ന് പോയി PhD എടുത്ത്, അതായത് ഇന്ത്യയിലും ലോകത്തുള്ള പല ഭാഗത്തും ബിസിനസ് കൊണ്ട് നടക്കുന്ന ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ. ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ മാതാപിതാക്കൾക്ക് കേൾക്കേണ്ടതാണ്. എന്താണ് ഈ 10 രൂപയുടെ കഥ ഒന്ന് പറയും. ഇത് പുതിയ ഒരു 10 അല്ലേ? അന്ന് ഇങ്ങനെയല്ല, വളരെ ഒരു കറുത്ത് മുഷിഞ്ഞ ചുരുണ്ട് മടങ്ങിയ ഒരു 10 റുപ്യ എൻ്റെ ഉമ്മാടെ കോന്തല കെട്ടുന്നാണ് അയച്ചു തരുന്നത്. ആ 10 റുപ്യയും കൂടെ ഇല്ലാത്തൊരു ഹംസ ഉണ്ടായിരുന്നു. എൻ്റെ വീടെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വീട് കാണുന്നുണ്ടല്ലോ, അതിന്റെ അടിയിലാണ് നമ്മുടെ തറവാട് ഓലപ്പുര. ചോർന്ന് ഇതിപ്പോ മഴ പെയ്യുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ചോരാതിരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അന്ന് ചോർന്ന് ഒലിക്കുന്ന ഒരു ഓലപ്പുരയില് ഒരു ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരു ഹംസ ഉണ്ടായിരുന്നു. 3ാം ക്ലാസ് സ്കൂളിലേക്ക് പോകണ ആ രംഗമാണ് ഇന്നും ഞാൻ ഓർക്കണത്. അന്നൊക്കെ 10 എന്താ പറയാ 10 ലക്ഷത്തിന്റെ മൂല്യം ഉണ്ടാവും, 10 റുപ്യയും ഇല്ല. പക്ഷെ അന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും പുത്തൻ ഉടുപ്പുണ്ട്, ഒരു കുടയുണ്ടാവും, ചില ചോറ്റുപാത്രം ഉണ്ടാവും, ചെരുപ്പുണ്ടാവും, ബാഗ് ഉണ്ടാവും. അങ്ങനത്തെ എല്ലാ സുഖ സൗകര്യങ്ങളോടെ സ്കൂളിൽ പോണ ഹംസ ഒന്നുമില്ലാതെ നിൽക്കുമ്പോഴാണ് ഉമ്മ പറഞ്ഞത്, ദേ അപ്പുറത്തുണ്ട് ഒരു മൂർക്കത്ത് വീട്, അവിടെ നിന്ന് മജീദ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, എൻ്റെ പ്രായ, അവൻ്റെ ഒരു പഴയ കുപ്പായ ഉമ്മാക്ക് കിട്ടിയിരിക്കണ്, അവർ കൊടുത്തതാ. അത് കീറിയതാണ്, അത് തുന്നി അലക്കിയിട്ട് എനിക്ക് ഇട്ടെന്നിട്ട് എൻ്റെ ഉമ്മ പറയാം, മോനെ ഇത് ഇട്ട് പൊയ്ക്കോന്ന്. ചായയും കടിയില്ല അന്ന്, പലഹാരങ്ങളൊന്നുമില്ല. ഒരു കുത്തിഞ്ഞാണത്തിൽ അരി വറുത്ത് കടിയാക്കിയിട്ട് കട്ടൻ ചായ എടുത്തിട്ട് തന്നിട്ട് കുടിക്കും മോനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എവിടുന്നേ ഉമ്മ നമുക്ക് അരി കിട്ടിയെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അരി ഭക്ഷണം കഴിച്ചത് പോലും ഹംസക്ക് ഓർമ്മയില്ല. കുട്ടിക്കാലത്ത് ഉമ്മ വായിൽ ഉരുട്ടി തന്നിട്ടുണ്ടാവും, ഓർമ്മയില്ല. അപ്പോഴാണ് എൻ്റെ ഉമ്മ പറയുന്നത്, ഈ വീടിൻ്റെ വരാന്തയിലേക്ക് കരി തേച്ച തിണ്ടിലുണ്ട് ചുരുണ്ട് മടങ്ങി ഒരു പാവം വൃദ്ധൻ കിടന്നുറങ്ങണം. എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരണം ഉമ്മ, കണ്ടടാ ഇന്നലെ എൻ്റെ അടുത്ത് യാചിച്ചു വന്നതാ. ഞാൻ എൻ്റെ പട്ടിണിയും പാവം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൽ നിന്നും തന്ന ഒരു പിടി അരിയുടെ അരപ്പിടിയാണ് കഞ്ഞി വെച്ചത്. അതിൻ്റെ പകുതി കൊണ്ട് അതിന് ഞാൻ കഞ്ഞി കൊടുത്തു, പാതിയാണ് ഈ ചായക്കടി ഉണ്ടാക്കി, എൻ്റെ കുട്ടി കുടിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ ആവേശത്തോടെ പറഞ്ഞ വാക്ക്, എന്നാൽ എന്നും ആ പാപ്പാനോട് ഈ വീട്ടിലേക്ക് വരാൻ പറയുന്ന പറഞ്ഞു. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും? 10 ഉറുപ്പ്യ ഇല്ല, 10 വലിയ പൈസയാണ്. അങ്ങനെ സ്കൂളിലേക്ക് പോയി, അവിടെ പോയി പഠിക്കണ ഓരോരോ മാഷിൻ്റെ ചോദ്യങ്ങൾ, ഇതൊന്നും ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. അന്ന് ഓർത്തിട്ടുണ്ട് എന്ന് എനിക്ക് സ്വന്തമായ ഉടുമുണ്ട് വാങ്ങും പഠിച്ചോനെ. ഞാൻ അന്ന് അധ്വാനിക്കാൻ തുടങ്ങി, കച്ചവടം ചെയ്തിട്ടുണ്ട്, കടല കച്ചവടം ചെയ്തിട്ടുണ്ട്. 3ാം ക്ലാസ് പഠിക്കും, 3ാം ക്ലാസ് 8ാമത്തെ വയസ്സിൽ അധ്വാനം തുടങ്ങിയതാ. എന്തിന്? കല്ലൻ ചേക്കുകാക്കാൻ്റെ പറമ്പിൽ പോയിട്ടേ കുകൻ്റെ ഇല അരിഞ്ഞു കൊണ്ടുവന്നിട്ട് മീൻകാർക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അവിടുന്ന് എറിഞ്ഞു ഓടിച്ചിട്ടുണ്ട്, പാടില്ല, അത് തോലിന് വളമായിടാളാണ്. അങ്ങനെ അതും കിട്ടിയില്ല. 10 പൈസ ഇട്ടും ഇറച്ചിക്കാർക്ക് കൊടുത്താ. മനോട് സങ്കടം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ വാക്കുണ്ട്, മോനെ തേക്കിൻ്റെ ഉണങ്ങിയ ഇല ഉണ്ട് അവിടെ, അത് പെറുക്കിയെടുത്തോണ്ടേ, അതെടുത്ത് വെള്ളത്തിൽ മുക്കിയാൽ എനിക്ക് പൊതിർന്ന് കിട്ടും, ഇറച്ചിക്കാർക്ക് കൊടുക്കുക, അതാരും എടുക്കണ്ടെന്ന് പറയില്ല. അങ്ങനെ ഏളി മോർണിങ്ങിന് പോകും, സുബൈൻ്റെ ഒരു വെയിൽ ഒളിച്ചാൽ അപ്പം പോകും. എന്തിന്? അത് പൊട്ടാതെ എടുക്കാൻ അയല. എന്നിട്ട് അത് നിർത്തിയിട്ട് മീൻകാർക്ക് കൊണ്ടേ കൊടുക്കും, കിട്ടുന്ന 10 പൈസ ഉണ്ടാവും. ആ 10 പൈസ കൊണ്ട് അന്നത്തെ മീൻ മേടിക്കും. 8ാം ക്ലാസ് 8 വയസ്സുകാരൻ അന്നത്തെ അധ്വാനം തുടങ്ങി. 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ സ്കൂളിലേക്ക് തന്നെ പോകണ്ടാന്ന്. എന്തേ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കണല്ലോ എൻ്റെ തുണി കുപ്പായൊക്കെ, എൻ്റെ പുസ്തകവും പേനയും ആര് വാങ്ങണതാ? ഞാൻ വാങ്ങണതല്ലേ. അപ്പോൾ സ്കൂളിൽ പോകാതിരുന്നാൽ ആ പൈസ മിച്ചം വെച്ചാൽ വീട്ടിൽ പട്ടിണി മാറൂടാ, എൻ്റെ ഉമ്മാക്കും വാപ്പക്കും അനക്കൊക്കെ കഞ്ഞുടിക്കുക, അതുകൊണ്ട് ഈ സ്കൂളിൽ പോകല്ല, പണിക്ക് പോയിക്കുവാന്ന്. ഒരു വാപ്പാൻ്റെ അങ്ങേ അറ്റത്തെ നിവൃത്തികേടല്ല അതൊക്കെ. ഞാൻ ഒന്നും മിണ്ടിയില്ല. സ്കൂളിൽ പോകണ്ടെന്നല്ല പറഞ്ഞു, പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം എൻ്റെ കണ്ണ് വെട്ടിച്ച് പഠിക്കാൻ പോയി. കോട്ടക്കലേക്ക് 7 കിലോമീറ്ററിൻ്റെ ഇവിടുന്ന് രണ്ടത്താണിന്ന് നടന്നു പോകും, അവിടുന്ന് ട്യൂഷൻ പഠിക്കുക. 16 വയസ്സായ 10ാം പണി കഴിഞ്ഞ് വന്നിട്ട് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് 16 വയസ്സായ SSLC ചെയ്താന്നുള്ളത് കേട്ടു. അപ്പോൾ അതിനു വേണ്ടി തയ്യാറാവുക. അങ്ങനെ ട്യൂഷന് പോയി തിരിച്ചു വരുന്നു, ട്യൂഷന് പോയി തിരിച്ചു വരുന്നു. 10ാം ക്ലാസ്സിൻ്റെ എല്ലാ ഏർപ്പാടും ചെയ്തു. ആ സ്കൂളിൽ നിന്നും കോട്ടക്കൽ അക്ഷയ കോളേജ് എന്നാണ് പറയുക, ട്യൂഷൻ സെൻ്ററിൽ നിന്നും പുറത്താക്കി. എന്തേന്ന് വെച്ചു? 10 റുപ്യ കൂടി ഫീസ് അടയ്ക്കാണ്ട്, പരീക്ഷാ ഫീസ് അടച്ചിട്ടില്ല, അതുകൊണ്ട് അത് അടയ്ക്കാതെ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടാണ് അവിടുന്ന് നടന്ന് രോഗിയായി കിടക്കുന്ന എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വരികയാണ്. ഉമ്മ, എനിക്ക് ഒരു 10 റുപ്യ ഇല്ലാത്തതുകൊണ്ട് എന്നെ പുറത്താക്കിയല്ലോ, എന്ത് ചെയ്യും ഞാൻ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ
അവിടെ നിന്നാണ് ആ 10ൻ്റെ തുടക്കം. ഇന്നും മറന്നിട്ടില്ല. ഒരു കറുത്ത തുണി എൻ്റെ ഉമ്മ എടുക്കുക. നിവർന്നിരിക്കാൻ പോലും വയ്യ, ഒരാൾ വേണം നിവർത്തി വെക്കാൻ. എല്ലാം തൊലിവായിട്ടുണ്ട്, കവളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്താ അത് കാരണം എന്നൊന്ന് ചോദിക്കാനുള്ള ബുദ്ധിയൊന്നും 16 വയസ്സായിട്ടും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് മോനെ, എൻ്റെ കുട്ടി കരയണ്ടാന്ന്. അതൊരു വല്ലാത്ത നുണയായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരുപാട് പൈസ ഉണ്ട് എൻ്റെ അടുത്ത്. ചില അമ്മമാരങ്ങനെ മക്കളോട് പറയും, അങ്ങനത്തെ നുണ പറയും, ഹലാലായ നുണ പറയും. അങ്ങനെ കണ്ടു. അയാൾ നിമിർത്തിരുന്നിട്ട് എന്നും അയക്കാത്ത ആ കെട്ട് എൻ്റെ മുന്നിൽ അഴിച്ച് അവിടെ നിന്നാ ഈ ഒരു 10 രൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ട് പറയണം, എൻ്റെ ഉമ്മ ഇനിയുണ്ട് എൻ്റെ അടുത്തിട്ടാ, എൻ്റെ കുട്ടി ഫീസ് അടച്ചോളിന്ന്. ഒന്നും ചോദിക്കാണ്ട് ഞാൻ ആ ഫീസ് അടച്ചു. പരീക്ഷ എഴുതി. അടുത്ത ദിവസം ഉമ്മാനിരുന്ന സന്തോഷം പറയണം, ഉമ്മ ഞാൻ 10ാം ക്ലാസ് ജയിക്കും, എന്നിട്ടൊരു ജോലി കിട്ടും എനിക്ക്, എൻ്റെ ഉമ്മാനെ പൊന്നുപോലെ നോക്കും, ഞാൻ കൊണ്ടുപോകും, ഞാൻ പലയിടത്തേക്കും, നമുക്ക് പോണമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മാട് ചുമച്ചങ്ങനെ അങ്ങോട്ട് വീണു. നന്നായി ആസ്മുള്ള ആളാണ്. വീണു. എല്ലാവരും ഓടി വന്നു, താങ്ങി പിടിച്ച് കിടത്തി. എൻ്റെ ഉപ്പ തലയിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഞാനങ്ങോട്ട് കരയാൻ തുടങ്ങി, എൻ്റെ ഉമ്മ മരിച്ചേന്ന് പറഞ്ഞിട്ട്. കാരണം ഒച്ചയൊന്നുമില്ല, ഒന്നും ഒരു അനക്കമില്ല. എവിടേക്കോ ഉപ്പ തട്ടി, പുറത്തൊക്കെ തട്ടി, തലയിലൊക്കെ തട്ടിയപ്പോൾ ഒന്നിട്ട് കണ്ണ് തുറന്ന് ശ്വാസം കൊണ്ട് പിടിച്ച്, കരണ്ട മോനെ, ഇല്ലടാ ഞാൻ മരിച്ചിട്ടില്ല, എൻ്റെ കുട്ടി കരരുത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് തീർന്ന് ഇല്ല. ഉമ്മ ഒരിക്കലും കൂടി ചുമച്ചു. ആ ചുമയിൽ ഇല്ല. അത് പറഞ്ഞപ്പോൾ ഉപ്പാനോട് ചോദിച്ചു, എവിടെ ഉപ്പാനോട് ഉപ്പ ചോദിക്കണം ഉമ്മാനോട്, എവിടെയാണ് എൻ്റെ കഫ് സിറപ്പ്? വായിൽ കഫം കെട്ടിക്കിടന്നതാ, അതുകൊണ്ടാണ് ഇങ്ങനെ ചുമ വരുന്നത്. അത് കുടിച്ചാൽ മാറും. കാരണം അന്ന് കൊണ്ടുപോകാനൊന്നും പൈസ ഇല്ല, ഇവിടെ റോഡും ഉണ്ടായിരുന്നില്ല അന്ന്. ഒരു മഞ്ചലിലൊക്കെ ആക്കണം ആശുപത്രിയിൽ പോകണമെങ്കിൽ. അവിടെ കഫ് സിറപ്പ് എടുത്താണ്ട് കുടിക്ക് ഞാൻ ഒഴിച്ചു തരാം എൻ്റെ വായിൽ. ഉമ്മാനങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് ഒരു പാതി മരിച്ച ഉമ്മാൻ്റെ വായിലേക്ക് മരുന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി കുപ്പി പരിശോധിക്കുകയാണ്. എവിടെയാണ് കുപ്പി? കുറേ നോക്കി എന്നോട് പറഞ്ഞു, എടാ നോക്ക് അവിടെ കുപ്പി ഉണ്ടാവിരിക്കണേ, കഫ് സിറപ്പിൻ്റെ കുപ്പി. ഞാൻ ഓരോന്നും എടുത്ത് നോക്കും, മുഴുവനും കാലിയാണ്, ഒന്നും ഉള്ളതില്ല. അതിലാണ് എൻ്റെ ഉമ്മ പറഞ്ഞത്, എൻ്റെ കൈ കൊണ്ട് പിടിച്ചു, ഉപ്പാൻ്റെ കൈയും പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്ക്, നിങ്ങളത് തപ്പണ്ട, എനിക്ക് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്ന ആ പൈസ 10 ഉറുപ്പ്യല്ലേ മരുന്ന് മേടിക്കാൻ തന്നെ, അത് ഞാൻ മോന് ഫീസ് അടക്കാൻ കൊടുത്തു, ഓല് പോയി പഠിക്കട്ടെ, ഓലൊക്കെ നന്നാവട്ടെ. ഇത് കേട്ടതും എൻ്റെ കൈയും കാലും വേറെ തുടങ്ങി. റബ്ബേ, ആ പൈസയാണല്ലേ തന്നത്. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ മടിയിലേക്ക് കണ്ട് മറിഞ്ഞു വീണിട്ട് പറഞ്ഞു, ഉമ്മ എന്തിനാണ് ഇങ്ങനത്തെ ക്രൂരത എന്നോട് കാട്ടിയത്? നിങ്ങൾ എന്തിനാണ് അത് തന്നത്? എനിക്ക് സങ്കടമായിട്ടോ? ഇല്ലടാ, എൻ്റെ കുട്ടിയും നാളെ നന്നാവും, എൻ്റെ കുട്ടീൻ്റെ കയ്യിലൂടെ ഒരുപാട് ആൾക്ക് അത്താണിയോടാ എന്ന് പറഞ്ഞു തീർന്നില്ല. എൻ്റെ ഉമ്മ പിന്നെയും ചുമച്ചു. ആ ചുമ അവസാനത്തെ ചുമയായിരുന്നു. വീണു, താങ്ങിയിട്ട് കിട്ടിയില്ല. എൻ്റെ കൈ കിടന്നാണ് എൻ്റെ ഉമ്മ മരിച്ചത്. അത് എത്ര വർഷങ്ങൾ ഇന്ന് കഴിഞ്ഞാലും മറക്കാൻ പറ്റൂല. അത് ഇനി എത്ര പ്രാവശ്യം ആര് ചോദിച്ചാലും, ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഓരോ ക്ലാസ്സിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വിഷ്വൽ, ആ ഉമ്മാടെ മുഖം ഇക്കങ്ങോട്ട് വിട്ടു പോണില്ല. ഞാൻ അവിടെ ഇരുന്ന് കരയാനും തോന്നുന്നില്ല, എന്താണെന്നറിയാതെ നിശ്ചലമായി കിടക്കുന്ന ആളുകളൊക്കെ ഓടിക്കൂടി ഒരു മഞ്ചലിലാക്കി കൊണ്ടുപോയി ആശുപത്രിക്ക്. ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂർ മുന്നേ മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ കഫ് സിറപ്പ് പോലും മേടിച്ചു കൊടുക്കാൻ എന്താ മക്കളെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലേ എന്നുള്ള അവിടുത്തെ ഒരു ചോദ്യം അതോടുകൂടി വീണ്ടും തകർന്നു. ഒരു മക്കൾക്ക്, ഒരു രക്ഷിതാക്കൾക്കും ഈ ഒരു ഗതി വരരുത്. അന്ന് തുടങ്ങിയ പാച്ചില ഓട്ടം നിർത്തിയിട്ടില്ല. 39 കൊല്ലായിപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചിട്ട്. ഇന്നും ആ മുഖവും ഈ 10 രൂപയും ഇന്നും ഓർക്കാത്ത, കരയാത്ത ദിവസം അംസൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിട്ടില്ല. ഇന്നത്തെ എൻ്റെ സാമ്രാജ്യം മുഴുവനും നിങ്ങൾ ചോദിച്ച് കറക്റ്റാ ഇതിൽ നിന്നുണ്ടായത് തന്നെയാണ്, ഒരു സംശയമില്ല. ഇന്നത്തെ പുതുതലമുറക്ക് വലിയൊരു പാഠം തന്നെയാവും. മാതാപിതാക്കളെ നോക്കാത്ത, അവരെ ചീത്ത പറയണ, അവരെ വഴക്ക് പറയണ, അവരടിക്കണേ, അവരെ കൊല്ലണ എത്ര കുട്ടികളുണ്ട് ഇല്ലേ? നെഞ്ചത്ത് കടാര കയറ്റുന്ന മക്കളില്ലേ? അവർക്ക് സമർപ്പിക്കണം നിങ്ങൾ. ഇനി ഒരു ഉമ്മക്കും ഈ ഒരു ഗതി വരരുത്. അതന്നെ, ഇത് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. ഞാൻ ഓരോ ക്ലാസ്സിന് പോകുമ്പോഴും പുതുതലമുറ ഇരിക്കുമ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. ഏതായാലും സങ്കടം ബാക്കി. എല്ലാം മയ്യത്തൊക്കെ കൊണ്ടുപോയി മറവ് ചെയ്ത് എന്നെ വിളിച്ചോണത്തി പോയി. ഞാൻ മയ്യത്തിൻ്റെ ഒപ്പൊക്കെ പോയി. സാരമില്ല, അള്ളാൻ്റെ വിധിയല്ലേ. വാപ്പ ജീവിച്ചിരിപ്പുണ്ടല്ലോ.
ഉപ്പാനെ നോക്കാൻ തന്നെ ആയി. ഉപ്പാനെ നന്നായിട്ട് നോക്കണം. പണിക്ക് വീണ്ടും പോയി, പഠിക്കാൻ പോയി, പണിക്ക് പണി എടുക്കാത്ത ഒരു പണിയില്ല, എടുക്കാത്ത ഒരു പണിയില്ല. ചാണം വാരിയിട്ടുണ്ട് അറിയങ്ങൾ, റോട്ടിൽ നിന്ന് ചാണകം വാരിയിട്ട് ഉണക്കി പൊടിച്ചിട്ട് വളകരി കൊടുത്തിട്ടുണ്ട്. കുകൻ്റെ ഇല വെട്ടി മുറിച്ചിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. നാക്കൊണ്ട് പാളുണ്ടാക്കിയിട്ട് പിന്നെ മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. ചൂട്ടുണ്ടാക്കി വിറ്റിട്ടുണ്ട്. കടലക്കച്ചവടം ചെയ്തിട്ടുണ്ട്. അച്ചാറുണ്ടാക്കി വിറ്റിട്ടുണ്ട്. മിഠായി ഉണ്ടാക്കി വിറ്റിട്ടുണ്ട്. മിഠായി ഉണ്ടാക്കി വിറ്റതുകൊണ്ട് ആളുകൾ, നാട്ടിലെ പഴയ കുട്ടികളൊക്കെ ഇപ്പോഴും മിഠായി ഹംസ എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോഴും അഭിമാനത്തോടെ ഞാനത് ഏറ്റെടുക്കും. അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനിയുള്ള ലക്ഷ്യം വാപ്പനെ നോക്കണം. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആരോഗ്യത്തോടെ ഇരിക്കണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പണിക്കൊക്കെ പോയി സൈഡായിട്ട് കുറേ കോഴ്സുകളെടുത്ത്, കാലിക്കറ്റിൻ്റെ ഒരു ഓപ്പൺ ബി ഒക്കെ എടുത്ത് അതൊക്കെ തോറ്റുപോയി. ഏതായാലും ഇലക്ട്രോണിക്സും ടെക്നിക്കലും പല കോഴ്സും പഠിച്ച് നേരെ വിദേശത്തേക്ക് വിട്ട് കാഷിയോ കമ്പ്യൂട്ടർ കമ്പനിയിലെത്തി, കല്യാണം കഴിച്ചു. അങ്ങനെ സന്തോഷത്തോടെ അവിടെ ജീവിക്കുകയാണ്. ഒരു വയസ്സായ ഒരു കുട്ടീനെയും ഒരു മോളും വന്നു. ആ കുട്ടിക്ക് ഏകദേശം ഒരു വയസ്സോളായി. ആ സമയത്താണ് ഉപ്പാനെ കൊണ്ടുപോയി ഹജ്ജ് ഉംറയൊക്കെ ചെയ്യിപ്പിച്ചു. നല്ല സുഖമായിട്ട് ഒരുപാട് കൂടെ എൻ്റെ താമസിപ്പിക്കുകയും ചെയ്ത ജിദ്ദയിൽ. ഒരു ദിവസം ഉപ്പ വിളിക്കുകയാണ്. ഞാൻ കാഷിയോ കമ്പ്യൂട്ടർ കമ്പനിയിലെ ജനറൽ മാനേജറായി പോസ്റ്റിലേക്ക് കണ്ട് കയറിയിട്ടുള്ളൂ. 7 കൊല്ലം കഴിഞ്ഞ് 8ാമത്തെ കൊല്ലം. ആ സമയത്ത് ഉപ്പ വിളിക്കുകയാണ്, മോനെ എനിക്ക് തീരെ വയ്യ, എന്നെ ഒന്ന് കാണണം. എനിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. ഞാൻ ഉടനെ വിളിച്ചു നോക്കി അയൽവക്കത്തുള്ള വീട്ടിൽ. അപ്പോൾ പറഞ്ഞു ഉപ്പാക്ക് ബ്ലഡ് ക്യാൻസറാണ്, വല്ലാത്ത വേദന ഉണ്ട് ഉള്ളിൽ, ഡോക്ടർ പറഞ്ഞു, ഉപ്പാനെ അറിയിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഒട്ടും ചിന്തിച്ചില്ല, എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതുപോലെ എൻ്റെ വാപ്പക്കൊരു ഗതി വരരുത്. നിങ്ങൾക്കൊരു നേരത്തെ മരുന്ന് കൊടുക്കാൻ പോലും അല്ലേ, കഫ്സറഫിന് പോലും കഴിഞ്ഞില്ലല്ലോ എന്ന ആ ഒരു ചൂണ്ടുവരൽ ആ ഡോക്ടറുടെ ചോദ്യം ഇങ്ങനെ മുഴച്ച് നിൽക്കുക. ഓടി ഞാൻ അവിടുന്ന് പറഞ്ഞു, പോവരുത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കമ്പനിയിൽ ജോലിയാണ്, കാഷിയോ കമ്പ്യൂട്ടർ കമ്പനിയിലെ സർവീസ് സെൻറ്ററിലാണ്. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ പോകണം. എൻ്റെ ഉപ്പയാണ് വിളിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ ഏത് കോണിന്നും എൻ്റെ ഉപ്പ വിളിച്ചാൽ എന്തും ഉപേക്ഷിച്ച് ഓടിയെത്തും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. തിരിച്ചെത്തി, വാപ്പാനെടുത്ത് കൊണ്ടുപോയി. ആ ജോലി ഉപേക്ഷിച്ചു. ഈ വീട് ഇപ്പം നമ്മൾ ഈ കാണുന്ന വീട് പാതിപ്പണിയിൽ കിടക്കുക, കൂടിയിരുന്നിട്ടില്ല. 1997 ലാസ്റ്റ് 98 ഡിസംബർ എത്തി, 97 ഡിസംബർ പാതി പണിയെടുത്ത് കിടക്കണ വീട്. താഴെയാണ്. എന്നിട്ട് താഴെ പെട്ടെന്ന് പണിയെടുത്തൊരുത്തുണ്ട്, അവിടെയാണ് ഉപ്പ കിടക്കണം. കൊണ്ടുപോയി എടുത്തിട്ട് നല്ല ആശുപത്രിയൊക്കെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, ബ്ലഡ് ക്യാൻസറാണ്. അത് പറ്റൂല, എൻ്റെ ഉപ്പാക്ക് എന്താച്ചാൽ ചെയ്ത് കൊടുക്കണം. ഈ വീട് അങ്ങോട്ട് പണയം വെച്ചു. എൻ്റെ കയ്യിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, അതും വിറ്റു. ബാങ്ക് ബാലൻസ് മുഴുവനും തീർന്നു. എന്നിട്ട് എൻ്റെ ഉപ്പൻ്റെ കയ്യും പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, എന്തിനാ മോനെ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത്, ഇനിയിപ്പോൾ കടക്കാരനായല്ലേ, അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് ഞാനൊന്ന് അങ്ങോട്ട് കൊടുത്തു. മാതാപിതാക്കളെ ഭക്ഷണം കൊടുത്ത, മാതാപിതാക്കളെ നോക്കിയ, അവരെ സംരക്ഷിച്ച ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഉപ്പല്ല എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഉപ്പ ഞാനെങ്ങനെ പരാജയപ്പെടാനാണ്? അന്ന് എൻ്റെ ഉമ്മ മരിക്കുന്ന നേരത്തെ എനിക്ക് വേണ്ടി ഇത് വരുന്നില്ലമ്മ. ഉപ്പ എൻ്റെ കുട്ടി വിജയിക്കും, ആയിരക്കണക്കിന് ആളുകൾക്ക് അത്താണിയാവുന്നു, എൻ്റെ ഉമ്മ ഇത് വരുന്നില്ലേ? എന്നിട്ട് അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. ഉപ്പയായിട്ട് കരഞ്ഞു. ഇല്ലടാ, സത്യമാണത്, എൻ്റെ കുട്ടി രക്ഷപ്പെടും. അന്ന് രാത്രി എൻ്റെ വാപ്പയും മരിച്ചു. കടക്കാരനായ ലോണെടുത്ത കടം വെച്ച ഈ വീട്ടിൽ ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കി, ഒരു വയസ്സായ കുട്ടി ഇങ്ങനെ ഇരിക്കുക, എന്തു ചെയ്യുമെന്നറിയാതെ. ഓളെന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ വാപ്പ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ഉമ്മാനും വാപ്പാനും നോക്കിയ ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല, നമ്മൾ വിജയിക്കൊടി. ആ ഉറച്ച വിശ്വാസത്തോടെ ഇരുന്നിട്ട് 1998 കോട്ടക്കൽ അങ്ങാടിയിലെ അപ്സര ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു 1000 ഉറുപ്യ വാടക കൊടുത്തൊരു ഷട്ടർ മുറിയിട്ട് പൊന്തിച്ച് കയ്യിലെ പഴയ സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ട് എഴുതി കൊടുത്തു, അവിടെ ഇതെല്ലാം വാടകക്ക് കിട്ടും, വേറെ ഒന്നുമില്ല, ഗൾഫിലേക്ക് പോകാനും പറ്റണില്ല, കടമുണ്ട്, ജീവിക്കണം, പട്ടിണി മാറണം, അത്രേ ലക്ഷ്യമുള്ളൂ. ജോലിയും പോയി, വിസയും പോയി. വാടക കൊടുക്കുക, ക്യാമറ വാടക കൊടുക്കുക, മൊബൈൽ ഫോൺ വാടക കൊടുക്കുക, TV ടാപ്പ് റിക്കാർഡറൊക്കെ CD പ്ലെയർ വാടക കൊടുക്കുക. ഒരു കാറുണ്ടായിരുന്നു, ഒരു മാരുതി 800, ഒരു ബൈക്കും ഉണ്ടായിരുന്നു, അതും ഒരു ചിത്രം വെച്ച് വാടകയ്ക്ക് എഴുതി വെച്ചു. അങ്ങനെ ജീവിക്കണം. അങ്ങനെ ഒരു കട എടുത്ത് തുടങ്ങി. ആ കടൻ്റെ പേരാണ് ബ്രിഡ്കോ എന്ന് പറയും. ആ കട പിന്നെ സർവീസ് സെൻ്ററായി. അത് പിന്നെ സർവീസ് സെൻ്ററായി, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നവരായി, പിന്നെ പഠിക്കുന്നവർക്കൊക്കെ ജോലി കൊടുക്കുന്ന സ്ഥാപനമായി, പിന്നെ ഒരുപാട് നിർമ്മാണങ്ങൾ തുടങ്ങി.
ഇപ്പോൾ പല ഫ്രാഞ്ചൈസിയും ബ്രാഞ്ചുകളുമായി അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ 18,000 പേർക്ക് തൊഴിൽ കൊടുത്തു. ഞാനെന്ത് നേടിയെന്നല്ല പറഞ്ഞത്, 18,000 പേർക്ക് ജീവിത മാർഗം. എന്താ എൻ്റെ ഉപ്പത് വരുന്നത്? അത് പടച്ചോൻ ലൈവായിട്ടാണ് കാണിച്ചു തന്നു. ഈ ദുനിയാവിൽ തന്നെ കിട്ടും. മാതാപിതാക്കളെ നോക്കി ഈ ദുനിയാവിൽ തന്നെ പ്രതിഫലം കിട്ടും. അവരെ വേദനിപ്പിച്ചാൽ അതിനുള്ള പ്രതിഫലം ഈ ദുനിയാവിൽ തന്നെ കിട്ടും. എനിക്ക് എന്താ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ തൊണ്ടങ്ങട് ഇടറിയിട്ടേ പറയാൻ പറ്റില്ല. മാതാപിതാക്കൾ എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊക്കെ അക്കാര്യത്തിൽ ഒരുപാട് ഭാഗ്യം കെട്ടവനാണ്. അല്ല, ഇന്നത്തെ ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഉമ്മാനെ ഉപേക്ഷിച്ചു റോട്ടിൽ നിന്ന് കിട്ടി പല വൃദ്ധസദനങ്ങളും കയറി ഇറങ്ങും. ഞാനിന്നിപ്പോൾ അറിയോ, ഞാൻ പരിസരത്തുള്ള വൃദ്ധസദനങ്ങൾ കയറി ഇറങ്ങാത്ത എവിടെയില്ല. എൻ്റെ മക്കളെ പിടിച്ചിട്ടാണ് കൊണ്ടുപോവുക. അത്താണി അവിടെ കണ്ണൂർ അവിടെ കൊണ്ടുപോയി 3 മക്കളായിട്ട് ഇവിടെ പറഞ്ഞു, മോനെ മക്കളെ കണ്ടച്ചോളി, ഇപ്പാക്കേരി ഒരു കട്ടിൽ ഇവിടെ ബുക്ക് ചെയ്തിട്ടോളി, നാളെ നിങ്ങൾക്കും ഇതുപോലെ ഞങ്ങളെ കൊടുന്നാക്കാന്ന് പറഞ്ഞപ്പോൾ 3 മക്കളും കൂടി കാല് കിടന്ന് കരഞ്ഞിട്ട് അവിടുത്തെ ഒരു അമ്മ പറഞ്ഞതുണ്ട്, എനിക്കേ 3 ആൺകുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, നല്ല സുഖം, ഓലൊക്കെ അമേരിക്കയിൽ ജോലിയാ, ദുബായിൽ ജോലി, ബോംബെയിൽ വലിയ ബിസിനസ്സാണ്. അങ്ങനെ എൻ്റെ വീടുണ്ട് പൊളിഞ്ഞാടി എൻ്റെ തലയ്ക്ക്. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി എന്നെ പിടിച്ച് ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ KSRTC ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഈ ഇരിക്കണ ഉമ്മ എന്നെ അവിടുന്ന് കൊണ്ടുപോയത്. ഇപ്പോൾ എനിക്ക് നല്ല സുഖമാണ്. ഓ പറയണത് ഹേയ്, അങ്ങനെ ആ മക്കളെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയായിരുന്നു. എന്ത് ക്രൂരതയാണ് അതൊക്കെ. ഇങ്ങനെ എത്ര കുടുംബങ്ങൾ അവസാനേ വൃദ്ധസദനത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന മക്കൾ. ഇങ്ങനെയൊക്കെ പൊന്നുപോലെ പാലൂറ്റി വളർത്തിയിട്ട് അവസാനം അവരെ കൊല്ലണേ, തലയറക്കണേ, വെട്ടിക്കൊല്ലണേ, കുത്തിക്കൊല്ലണേ അല്ലേ? അതെ. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രവാർത്തകൾ നമ്മൾ വായിക്കുന്നത്. ഇതൊക്കെ വായിക്കുമ്പോഴൊക്കെ എനിക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വാർത്ത വായിച്ചാണ്ട് അവസാനിപ്പിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഓർക്കും ഞാൻ എൻ്റെ എല്ലാ ജീവിത കഥകളും ഒരു രണ്ടത്താണിക്കാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈ പുസ്തകത്തിലുണ്ട്. അടുത്ത തലമുറക്ക് ഞാൻ മരണപ്പെട്ടാൽ ഈ പുസ്തകം മരിക്കരുത്. അത് കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കി. എന്തായാലും ഹംസാക്ക, അപ്പൊ ചങ്ങമരെ വേറെ ഒന്നുമല്ല കേട്ടോ. ഹംസാക്ക തൊണ്ട ഇടറിക്കൊണ്ടാണ് ഹംസാക്കാന്റെ കഥ കേട്ടത്. പക്ഷേ ഹംസാക്കാന്റെ വിജയകഥ അത് നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള മാതാപിതാക്കൾക്കും മക്കൾക്കും അറിയേണ്ട കാര്യങ്ങൾ. വെറും ഒരു 10 രൂപയെന്ന് തുടങ്ങിയിട്ട് 6ാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് ഇന്ന് ഈ ലെവലിൽ ഹംസാക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഹംസാക്കാന്റെ നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ ഹാർഡ് വർക്കുമാണ്. എന്തിനായാലും മാക്സിമം വീഡിയോ ഷെയർ ചെയ്തും ഈ വീഡിയോ നമ്മുടെ ഓരോ മക്കൾക്കും ഒരു പാഠപുസ്തകം തന്നെയാണ്.